നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 2 പോത്തുകുട്ടികളെ പുതിയതായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഇവരാണ് പുതിയതായിട്ട് വന്ന അതിഥികൾ. വേറെ 2 മൂരിക്കുട്ടികളും കൂടി വാങ്ങിയായിരുന്നു നേനാമല ചന്തയിൽ പോയപ്പോൾ. രണ്ടാമത്തെ പോത്തുകുട്ടി ഇതാണ്. രണ്ടാമത്തെ പോത്തുകുട്ടി ഇത്. ഇവർ രണ്ടുപേരെയാണ് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. ഒരു വിശ്രമിച്ചിട്ട് രാവിലെ എന്തായാലും പാടത്തേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചു. പുതിയ കയറൊക്കെ വാങ്ങി കെട്ടിയവരെ പാടത്തേക്ക് കൊണ്ടുപോയി സെറ്റാക്കി എടുക്കണം. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. ഇതാണ് കുട്ടികൾ. എണീച്ച ഉടനെ മുള്ളുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടി ഇതാണ്. 2 മൂരിക്കുട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ മൂരിക്കുട്ടിയോട് കാണാം. ഇത് 2 മൂരിക്കുട്ടികൾ കൊണ്ടുവന്ന മൂരിക്കുട്ടികളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക, കൊടുക്കുന്നതാണ്. തീറ്റയും കുടിയൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്. ഇന്നലെ വൈകിട്ടുണ്ടെന്ന് തവിടും വെള്ളമായിട്ട് കൊടുത്ത് അവർ രണ്ടുപേരും കുടിച്ചു. ഇന്നലെ കുറച്ച് നേരം പാടത്ത് നിർത്തി പുല്ലൊക്കെ തീറ്റിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. എല്ലാവരും നല്ല രീതിക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ക്ഷീണമുണ്ട്. ഒരു പകലും ഒരു രാത്രിയും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട് കുട്ടികൾക്ക് നല്ലോണം. അപ്പോൾ ഇനി പാടത്തേക്ക് കൊണ്ടുപോകാം. മൂരിക്കുട്ടികളെപ്പോഴും കൊണ്ടുപോകില്ല. നമുക്ക് പാടത്ത് പോയിട്ട് നോക്കാം. അങ്ങനെ പാടത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. അവർ കിടന്ന് ഓട്ടമായിരുന്നു. ഭയങ്കര വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല രാത്രി മഴ നനഞ്ഞായിരുന്നു. കണ്ണിൽ പീളയൊക്കെ കെട്ടിയിരിക്കുന്നത്. അവിടെ നല്ല ചൂടല്ലയോ. ചൂടായതുകൊണ്ട് ശരീരം തണുത്ത് വന്നപ്പോൾ അവർ കണ്ണിൽ പീള കെട്ടുന്നുണ്ട്. ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട്, ഒരാഴ്ച ആയിട്ട് ഇനി വരെ മരുന്ന് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ കൊണ്ടുവരണം. ഇനി കാളക്കുട്ടന്മാരെ കൊണ്ടുവരണം കെട്ടാനായിട്ട്. അപ്പോൾ ഇത് 2ആണ് നമ്മുടെ പുതിയ കുട്ടികൾ. ഇനി അവരൊന്ന് കെട്ടട്ടെ. കെട്ടിയതിന് ശേഷം കുറച്ചുകൂടെ വീഡിയോ എടുക്കാം. വേറെയുള്ള പോത്തുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മളെ വലിയ പോത്തിനത് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് കെട്ടാനായിട്ട്. ഓക്കെ, ഇനി അവരെ കെട്ടട്ടെ, അതിനുശേഷം എടുക്കാം. അങ്ങനെ 2 പേരെയും കുറ്റിയടിച്ച് കെട്ടിയിട്ടുണ്ട്. പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് 2 പേരും. രണ്ടാമത്തെ ആളെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടത്ത് അത്യാവശ്യം പുല്ലുള്ളത് കൊണ്ട് അവർക്ക് വയറ് വെക്കാനുള്ള സാധനമുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മളെ മൂരിക്കുട്ടന്മാരെ എല്ലാവരെയും കൊണ്ടുവരണം. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. ഇക്ബാലിനെ തൂ അങ്ങ് കെട്ടിയിട്ടുണ്ട്. ഇക്ബാൽ അവിടെ നിൽക്കുകയാണ്. ഇനി പോയി നമുക്ക് മൂരിക്കുട്ടന്മാരെ കൂടെ കൊണ്ടുവരാം. അവരൊന്ന് കഴിക്കട്ടെ. ഇന്നലെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു പാർട്ടി രണ്ട് പോത്തുകുട്ടികൾ കൂടെ ചെറിയൊരു വില പറഞ്ഞായിരുന്നു. അത് നമ്മൾ കൊടുത്തില്ല. ഓക്കെ, നമ്മൾ ഇനി മൂരിക്കുട്ടികളെ കൂടെ കൊണ്ടുവരാം. കുട്ടന്മാരെ 2 പേരെ അഴിച്ച് പുറത്തിറക്കിയിരിക്കുകയാണ്. അവരെ കൊണ്ട് കെട്ടിയിട്ട് പുറത്തായിരുന്നു കെട്ടിയിരുന്നത്. ഇന്നലെ രാത്രി എല്ലാം മഴയും നനഞ്ഞു. കുഴപ്പമൊന്നുമില്ല. പിള്ളേർ അവിടെ അതിശക്തമായ ചൂടായതുകൊണ്ട് മഴ നനഞ്ഞാലും വിഷയമില്ല. അവന്മാർ റൂട്ട് മാറിപ്പോയി. അങ്ങനെ അവനെ അടിച്ച് കഴിവോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. 3 കുട്ടന്മാരെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ വയലിൽ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം ബാക്കി വീഡിയോ എടുക്കാം.
പാടത്തെത്തിയിരിക്കുകയാണ്. അവിടെ പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കുറച്ച് നേരം ഈ പാടത്ത് കൊണ്ട് കെട്ടിയായിരുന്നു. അവർ പുല്ലൊക്കെ കഴിച്ചിട്ടാണ് പോയത്. വൈകുന്നേരം മഴ ആയതുകൊണ്ട് നേരത്തെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇവരെ നമ്മൾ കൊടുക്കുന്നതാണ് ആവശ്യക്കാർക്ക്. വളർത്തുകുട്ടിയാണ്. ആൾ വരുന്നവരെ നമ്മൾ നല്ല രീതിക്ക് നോക്കുകയാണ്. തവിടിട്ട് വെള്ളമൊക്കെ കൊടുത്ത് അത് കുടിച്ചായിരുന്നു രണ്ടുപേരും. പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ 2 ദിവസം എടുക്കും ഒന്ന് സെറ്റായി വരാൻ. കാരണം 2 ദിവസം പട്ടിണി കിടന്ന് യാത്രാ ക്ഷീണം എല്ലാം ഉണ്ട് പിള്ളേർക്ക്. എന്നാലും ഇന്നലത്തെ കാട്ടി ഇന്ന് ഇത്തിരി ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്. രാത്രി അവർക്ക് നല്ല രീതിക്ക് വിശ്രമിക്കാനുള്ള സമയം കിട്ടി. അതുകൊണ്ട് ആക്റ്റീവായി വരുന്നുണ്ട്. നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 24 മണിക്കൂർ ആയി. ഇന്നലെ വന്നതാണ്. അയാളവിടെ കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ മറ്റേ ആളിനെ അവിടെ കുറ്റിയടിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ സ്വന്തം പാടം തന്നെയാണ്. പോത്തുകുട്ടികളെ കെട്ടിയേക്കുന്നത് നമ്മുടെ പാടമല്ല. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവരിന്ന് കഴിക്കട്ടെ. ഇവിടെ കെട്ടിയിട്ട് തീറ്റിച്ചുള്ള ഒരു ഇതില്ലെന്ന് തോന്നുന്നു. കെട്ടിയിറക്കാന്മാർ കയറും ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്തായാലും കഴിക്കട്ടെ. ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഉടനെ തരുന്നതാണ്. നമ്മളെ മൂരിക്കുട്ടി തോന്നിപ്പോണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഈ കുട്ടികളെല്ലാം നമ്മൾ സെയിലിനായിട്ട് ഇട്ടേക്കുവാണ്. ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ വിളിക്കുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് സ്ഥലം. വർക്കല വിലകമൻ കരവാരം ആണ് സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.